പട്ടാമ്പി കീഴായൂർ സ്വദേശിയും കവിയുമായ പി രാമന് ദേശീയ പുരസ്കാരം. കവിതയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കൊൽക്കത്തയിലെ യബൻ ചിത്ര ട്രസ്റ്റാണ് ദേശീയ കാവ്യ പുരസ്കാരത്തിന് കവി പി രാമനെ തെരഞ്ഞെടുത്തത്. 2 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു പോയട്രി ഫെസ്റ്റിവൽ അവർ നടത്താറുണ്ട് കൊൽക്കത്തയിൽ. അതോടനുബന്ധിച്ച് ഒരു ബംഗാളി കവിക്കും ഒരു ബംഗാളി അല്ലാത്ത ഒരു ഇന്ത്യൻ കവിക്കും, ബംഗാളി ഭാഷയല്ലാത്ത മറ്റ് ഇന്ത്യൻ ഭാഷകളിൽ എഴുതുന്ന ഒരു കവിക്കും ഒരു പുരസ്കാരം അവർ നൽകുന്നുണ്ട്. അത് ഈ വർഷം അതിനെ എന്നെയാണ് തിരഞ്ഞെടുത്തത് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. എന്തായാലും ശരി, പട്ടാമ്പി പോലെയുള്ള ഒരു ഉൾനാടിൻ്റെ കവിയായി അറിയപ്പെടാൻ ആഗ്രഹിക്കുന്ന എന്നെപ്പോലെ ഒരാൾക്ക് കേരളത്തിന് പുറത്തേക്ക് ഒരു ദേശീയ തലത്തിൽ ഉള്ള ഇങ്ങനെയൊരു അംഗീകാരം ലഭിച്ചു എന്നുള്ളതിൽ വലിയ സന്തോഷം ഉണ്ട്, അത്ഭുതമുണ്ട്. ആ നിലയ്ക്ക് പ്രശസ്ത കവികളും സാഹിത്യകാരന്മാരും അടങ്ങുന്ന ജൂറി ബോർഡ് അംഗങ്ങളാണ് അവാർഡ് ജേതാവിനെ തിരഞ്ഞെടുക്കുന്നത്. 3ാമത്തെ യബൻ ചിത്ര ദേശീയ കവിതാ പുരസ്കാരമാണ് പി രാമനെ തേടിയെത്തിയത്. 50,000 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. മാർച്ച് 7, 8, 9 തീയതികളിൽ കൊൽക്കത്തയിൽ നടക്കുന്ന യബൻ ചിത്ര ഫെസ്റ്റിവലിൽ അവാർഡ് സമ്മാനിക്കും. 1972 പട്ടാമ്പി കീഴായൂരിൽ ജനിച്ച പി രാമൻ പത്രപ്രവർത്തകനായാണ് ജീവിതം ആരംഭിച്ചത്. തുടർന്ന് അധ്യാപനത്തിലേക്ക് വഴിമാറി. ഇപ്പോൾ കുറ്റിപ്പുറം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മലയാളം അധ്യാപകനാണ്. കനം, തുരുമ്പ്, ഭാഷയും കുഞ്ഞും, രാത്രി 12:30 താരാട്ട്, പിന്നിലേക്ക് വീശുന്ന കാറ്റ്, ഇരട്ടവാലൻ തുടങ്ങിയ കൃതികളും കവി നിഴൽമാല എന്ന പഠനഗ്രന്ഥവും മായപ്പൊന്ന്, കുളത്തിലെ നക്ഷത്രം എങ്ങനെ കെടുത്തുമെന്നീ വിവർത്തന കൃതികളും രചിച്ചിട്ടുണ്ട്. കനം എന്ന കൃതിക്ക് 2001 കേരള സാഹിത്യ അക്കാദമി കനകശ്രീ എൻഡോമെന്റ് പുരസ്കാരം, രാത്രി 12:30 ഒരു താരാട്ട് എന്ന കൃതിക്ക് 2019 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം, മഹാകവി പി സാഹിത്യ പുരസ്കാരം, അയ്യനം എ അയ്യപ്പൻ കവിതാ പുരസ്കാരം, KV തമ്പി പുരസ്കാരം, ദേശാഭിമാനി കവിതാ പുരസ്കാരം എന്നിവ ലഭിച്ചിട്ടുണ്ട്. കവിയും നോവലിസ്റ്റുമായ NP സന്ധ്യയാണ് ജീവിത പങ്കാളി. വിദ്യാർത്ഥികളായ ഹൃദയ്, പാർവതി എന്നിവർ മക്കളാണ്.